പ്രജിത്ത്, രാഹുൽ ഗാന്ധിയുടെ വാക്കുകൾ കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ ദേശീയ മാധ്യമങ്ങൾ വലിയ പ്രാധാന്യത്തോടു കൂടിയാണ് ചർച്ച ചെയ്തത്. രാഹുൽ ഗാന്ധി എന്തിനാണ് തരം കിട്ടുമ്പോഴൊക്കെ ഇത്തരത്തിൽ ഹൈന്ദവ വിരുദ്ധമായ സമീപനം സ്വീകരിക്കുന്നത്? അതുമാത്രവുമല്ല, മനുസ്മൃതി എന്നുള്ളത് ഹിന്ദുവിന്റെ ആധികാരികമായ ഗ്രന്ഥമാണ് എന്ന് ആരും തന്നെ പറഞ്ഞിട്ടില്ല. അപ്പോൾ അത്തരമൊരു സത്യം നിലനിൽക്കെ രാഹുൽ എന്തിനാണ് ഇത്തരത്തിൽ ഹൈന്ദവ വിശ്വാസികളെ തരം താഴ്ത്തിക്കൊണ്ട് സംസാരിക്കുന്നു? നമ്മൾ ആദ്യം ഈ മനുസ്മൃതിയുമായി ബന്ധപ്പെട്ട ചർച്ചകളിലേക്ക് പോകുമ്പോൾ അതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഹിന്ദുധർമ്മത്തിന് അനേകായിരം സ്മൃതികളും ശ്രുതികളും പുരാണങ്ങളും ഒക്കെയുണ്ട്. അപ്പോൾ അതിലൊന്ന് മാത്രമാണ് ഈ മനുസ്മൃതി എന്ന് പറയപ്പെടുന്ന ഏതാണ്ട് 1800 മുതൽ 2200 വർഷമൊക്കെ പഴക്കം കൽപ്പിക്കപ്പെടുന്ന ഗ്രന്ഥം എന്നുള്ളത്. അതിൽ ഒട്ടനവധി സ്ത്രീകളെ ആദരിക്കണമെന്ന് പറയുന്ന ഭാഗങ്ങളുണ്ട്. അതേപോലെ തന്നെ ഇപ്പോഴത്തെ നമ്മുടെ ആധുനിക കാലഘട്ടത്തിലെ സ്ത്രീ സ്വാതന്ത്ര്യ ചിന്തകളോട് ചേർന്ന് നിൽക്കാത്ത അഭിപ്രായ പ്രകടനങ്ങളും പരാമർശങ്ങളുമുണ്ട്. അത് അവിടെ നിൽക്കട്ടെ. അത് നമുക്ക് അംഗീകരിക്കാൻ, മനുസ്മൃതിയുമായി ബന്ധപ്പെട്ട അത്തരം ചില പരാമർശങ്ങൾ അംഗീകരിക്കാൻ കഴിയില്ല എന്നുള്ളത് തന്നെയാണ് എൻ്റെ അഭിപ്രായം. പക്ഷെ അതിന്ന് ഹൈന്ദവ ധർമ്മവുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും രീതിയിൽ പ്രസക്തമാണോ എന്നുള്ളൊരു ചോദ്യമുണ്ട്. പക്ഷെ അതിന് മുൻപ് തന്നെ ഈ രാഹുലിൻ്റെ മുതുമുത്തച്ഛനും മറ്റുമൊക്കെ മനുസ്മൃതിയെക്കുറിച്ച് പറഞ്ഞിരുന്ന ചില കാര്യങ്ങൾ നമ്മൾ ഈ ഘട്ടത്തിൽ പറഞ്ഞു പോകേണ്ടതുണ്ട്. അപ്പോൾ നെഹ്റു മനുസ്മൃതിയെപ്പറ്റി പറഞ്ഞ 2 വാചകങ്ങൾ ഞാനിവിടെ പറയാം. മനുവും യാജ്ഞവൽക്യനും മഹാത്മാക്കളായിരുന്നു എന്നതിൽ സംശയമില്ല. അവർ എഴുതിയത് നാം ബഹുമാനത്തോടെ വായിക്കുകയും അതിനെക്കുറിച്ച് ചിന്തിക്കുകയും വേണം. അവർ ഇന്ത്യയുടെ വിധി രൂപപ്പെടുത്തിയവരാണ്. ഞങ്ങൾ അവരെ ആരാധിക്കുന്നു. അവർ നമ്മുടെ ചരിത്രത്തിൽ നായകന്മാരാണ്. ഇത് നെഹ്റുവിൻ്റെ തിരഞ്ഞെടുത്ത കൃതികൾ എന്നുള്ള ഗ്രന്ഥത്തിൽ നിന്നാണ്. അടുത്തതായി, ഇപ്പോൾ നേരത്തെ രഞ്ജിത്ത് സൂചിപ്പിച്ചതുപോലെ രാഹുൽ സ്വന്തം പേരിൻ്റെ ഒരറ്റം കടമെടുത്ത മനുഷ്യൻ എന്താണ് മനുസ്മൃതിയെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. ഒരുപക്ഷെ എൻ്റെ അഭിപ്രായത്തിൽ മനുസ്മൃതിയെ നമ്മൾ കാണേണ്ടതും മഹാത്മാഗാന്ധിജിയുടെ അഭിപ്രായത്തോട് ചേർത്ത് നിർത്തിയാണ് എന്നുള്ളതാണ് ഞാൻ ഈ ഘട്ടത്തിൽ പറഞ്ഞു വെക്കാൻ ആഗ്രഹിക്കുന്നത്. അതായത് മനുസ്മൃതി ഒരു തിന്മയായി ഞാൻ കണക്കാക്കുന്നില്ല. അതിൽ പ്രശംസനീയമായ പലതും അടങ്ങിയിരിക്കുന്നു. പക്ഷേ അതിൻ്റെ ഇന്നത്തെ രൂപത്തിൽ അതിൽ നിസ്സംശയമായും മോശമായ നിരവധി കാര്യങ്ങളുമുണ്ട്. അതിനാൽ ഒരു പരിഷ്കർത്താവ് ആ പുരാതന നിയമസംഹിതയിൽ എല്ലാ മികച്ച കാര്യങ്ങളും അമൂല്യമായി കരുതുമെങ്കിലും ദോഷകരമോ സംശയാസ്പദമായ എല്ലാം അദ്ദേഹം നീക്കം ചെയ്യും. അതായത് മഹാത്മാഗാന്ധി പറഞ്ഞ വാക്കുകളാണ്. അതായത് അദ്ദേഹം പൂർണ്ണമായി മനുസ്മൃതിയെ എതിർക്കുന്നില്ല. മനുസ്മൃതിയിലെ തെറ്റായ കാര്യങ്ങളുണ്ടെങ്കിൽ അത് നിങ്ങൾ അംഗീകരിക്കേണ്ട, കാലഘട്ടത്തിനനുസരിച്ച് നമുക്ക് പുതിയ കാര്യങ്ങളിലേക്ക് പോകാം എന്നുള്ളതാണ് പറയുന്നത്. അത് തന്നെയല്ലേ ഇവിടുത്തെ ഹിന്ദു സമൂഹം എല്ലാ കാലത്തും സ്വീകരിച്ച നിലപാടുകൾ. സതിയടക്കമുള്ള അനാചാരങ്ങൾക്കെതിരെ നമ്മുടെ നാട്ടിലെ സാമൂഹ്യ പരിഷ്കർത്താക്കൾ സ്വീകരിച്ച നിലപാട് ഇത് തന്നെയല്ല. അപ്പോൾ ഹിന്ദു ധർമ്മത്തിന് ഏതെങ്കിലും ഒരു ഗ്രന്ഥം മാത്രമാണ് ആത്യന്തികം എന്നുള്ളൊരു നിലപാട് ഒരു കാലത്തും ഉണ്ടായിട്ടില്ല. അത് ഇത്തരത്തിൽ പറയുന്ന അനേകായിരം ഗ്രന്ഥങ്ങളിൽ നിന്നുള്ള ഏറ്റവും നല്ല കാര്യങ്ങൾ മാത്രം അഡോപ്റ്റ് ചെയ്ത് കാലഘട്ടത്തിനനുസരിച്ച് സ്വയം നവീകരിക്കപ്പെട്ട് മുന്നോട്ട് പോയിട്ടുള്ളൊരു ധർമ്മമാണ്. അത് എക്കാലത്തും അങ്ങനെ തന്നെ ആയിരിക്കും. അതുകൊണ്ട് തന്നെ അതിൽ സ്ത്രീവിരുദ്ധത എന്ന് പറയപ്പെടുന്ന ഈ ചില പരാമർശങ്ങൾ അതിൻ്റെ മുഖമുദ്രയായി കണക്കാക്കരുത്. പക്ഷേ രാഹുൽ ശ്രമിച്ചത് എന്തിനാണ് എന്നുള്ളതാണ് ഇതിലേറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. ഒന്ന്, മനുസ്മൃതി എന്ന് പറയുന്ന ഗ്രന്ഥമാണ് ആത്യന്തികമായി ഭാരതത്തിലെ ഹൈന്ദവരെല്ലാം പിന്തുടരുന്നത്. അതിൽ മുഴുവൻ സ്ത്രീവിരുദ്ധതയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഹിന്ദുത്വ എന്നുള്ളത് ഒരു സ്ത്രീവിരുദ്ധമായിട്ടുള്ള സംവിധാനമാണെന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമമാണ് രാഹുൽ നടത്തിയത്. അതിൽ ഏറ്റവും രസകരമായിട്ടുള്ള കാര്യം ഒന്ന് ആലോചിച്ച് നോക്കുമ്പോൾ നമ്മൾ ഈ ആധുനിക കാലത്തെ സ്ത്രീ സ്വാതന്ത്ര്യത്തെ പറ്റിയുള്ള ചർച്ചകൾ വരുമ്പോൾ അതിൽ സ്വീകരിക്കേണ്ട നയങ്ങൾ എങ്ങനെയാണ് എന്നുള്ളൊരു ചോദ്യമുണ്ട്. കാരണം പുരുഷന്റെ മസിലുകൾ ഒരു ലോകത്തെ നിയന്ത്രിച്ചിരുന്ന കാലത്താണ് ഇവിടെ പുരുഷ മേധാവിത്വം ഉണ്ടാകുന്നത്. ഇന്ന് അവൻ്റെ മസിലുകളല്ല, സാങ്കേതിക വിദ്യയാണ് ലോകത്തെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഇന്റൻസിറ്റി കൂടുന്നതനുസരിച്ച് സ്ത്രീയും പുരുഷനും എന്നുള്ളത് തുല്യതയിൽ ഉണ്ടായിട്ടുള്ള വിടവ് അതിങ്ങനെ കുറഞ്ഞുകൊണ്ടേയിരിക്കും. അതൊരു കാലത്ത് അത് ഏകീകൃതമായി മാറുകയും ചെയ്യും. അതവിടെ നിൽക്കട്ടെ. അപ്പോൾ സ്ത്രീ സമത്വവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അങ്ങനെ പോകുമ്പോൾ നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? ഈ നാട്ടിലെ രാഷ്ട്രീയക്കാരന്മാരെല്ലാം ചെയ്യേണ്ടത് എന്താണ്? അവർക്ക് തുല്യമായ അവസരങ്ങൾ ഒരുക്കി നൽകേണ്ടതാണ്. അങ്ങനെയുള്ള കാര്യങ്ങൾ വരുമ്പോൾ ഈ രാഹുൽ ഗാന്ധിയുടെയും കോൺഗ്രസിൻ്റെയും നിലപാടുകൾ എന്തായിരുന്നു എന്നുള്ളൊരു പ്രധാനപ്പെട്ട ചോദ്യമുണ്ട്. എന്തായിരുന്നു രാഹുൽ ഈ മുത്തലാഖ് വിഷയത്തിൽ സ്വീകരിച്ച നിലപാട് എന്നുള്ളൊരു പ്രധാനപ്പെട്ട ചോദ്യമാണ്. അതായത് സ്ത്രീ സ്വാതന്ത്ര്യത്തിന് വേണ്ടി വാദിക്കുന്നയാളാണെങ്കിൽ എന്തുകൊണ്ട് മുത്തലാഖിനെ അതിനെ നിരോധിക്കാനുള്ള നിയമത്തെ രാഹുൽ എതിർത്തു എന്നുള്ള ചോദ്യം. അപ്പോൾ യൂണിഫോം സിവിൽ കോഡ്, സ്ത്രീകൾക്കും പുരുഷന്മാർക്കും എന്ന് വേണ്ട ഒരു മതവുമായി ബന്ധപ്പെട്ട ഒരു സാഹചര്യങ്ങളും പരിഗണിക്കാതെ എല്ലാ വ്യക്തികൾക്കും ഒരേ വ്യക്തി നിയമം കൊണ്ടുവരാൻ ശ്രമിച്ചപ്പോൾ രാഹുലിൻ്റെ നിലപാട് എന്തായിരുന്നു എന്നുള്ളത് പ്രേക്ഷകർ ആലോചിക്കേണ്ടതാണ്. അതോടൊപ്പം തന്നെ സ്ത്രീകളുടെ സാക്ഷിമൊഴിക്ക് പുരുഷൻ്റേതിൻ്റെ പകുതി മാത്രം വില എന്ന് പറഞ്ഞ മതഗ്രന്ഥത്തെ പറ്റി രാഹുലിൻ്റെ അഭിപ്രായം എന്താണെന്നുള്ളൊരു ചോദ്യം ഇവിടെയുണ്ട്. എന്താണ് ഈ പർദ്ദയ്ക്കുള്ളിൽ തളച്ചിടുന്ന സ്ത്രീകളെ പറ്റിയുള്ള രാഹുലിൻ്റെ അഭിപ്രായം എന്നുള്ളൊരു ചോദ്യമുണ്ട്. ഇതിലേതെങ്കിലും ഒരു കാര്യത്തിൽ രാഹുൽ ഒരു അഭിപ്രായം പറഞ്ഞിട്ടുണ്ടോ? അപ്പോൾ ഏകപക്ഷീയമായി ഒരു ധർമ്മത്തെ മാത്രം ആക്രമിക്കുമ്പോൾ അത് ഇത്രയും കാലം നമ്മുടെ നാട്ടിലെ ചില ജിഹാദി ഇടത് എക്കോസിസ്റ്റം പറഞ്ഞുകൊണ്ടിരുന്ന കാര്യവും അത് രാഹുൽ ആവർത്തിക്കുകയാണ് എന്നുള്ളതാണ് എനിക്ക് പറയാൻ കഴിയുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം
ഹിന്ദുധർമ്മത്തിന്റെ അടിസ്ഥാന ഗ്രന്ഥം മനുസ്മൃതിയാണെന്നുള്ള വരുത്തി തീർക്കാനുള്ള ശ്രമങ്ങളെ നമ്മൾ എതിർക്കുകയും വേണം. അതിൽ ശരിയല്ലാത്ത എല്ലാ കാര്യങ്ങളെയും നമ്മൾ എതിർക്കണം. ശരിയായിട്ടുള്ള കാര്യങ്ങൾ അഡോപ്റ്റ് ചെയ്യാൻ കഴിയുന്നത് കാലഘട്ടത്തിന് ചേരുമെങ്കിൽ അത് അഡോപ്റ്റ് ചെയ്യുകയും വേണം. എന്തായാലും രാഹുൽ മനസ്സിലാക്കേണ്ടത് ഹിന്ദുധർമ്മം അത് ഒരേ സമയം ചിരപുരാതനവും ആധുനികവുമായി നിലനിൽക്കുന്നു. സ്വയം നവീകരണത്തിന് ആയിക്കൊണ്ട് അത് മുന്നോട്ട് പോവുകയും ചെയ്യുന്നു. അല്ലാതെ ഏതെങ്കിലും ഒരു ദൈവത്തിന് എന്തെങ്കിലും ഒന്ന് ഇഷ്ടമില്ല എന്ന് പറഞ്ഞിട്ടുള്ള ഒരു നിലപാടും അതിനുമില്ല. ശരി.